ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പുരാതന കാലം മുതൽ ജലസംരക്ഷണത്തിന് പ്രാധാന്യം നൽകിവരുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 8ാമത് ഇന്ത്യ ജലവാരം 2024 രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെ ഭുവനേശ്വറിലെത്തി. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024 തുടക്കമായി. ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ ചുവടുവയ്പ്പാണ് ശുചിത്വ ക്യാമ്പയിനെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി മർലേനയെ തിരഞ്ഞെടുത്തു. കേരളത്തിൽ നിപ രോഗവ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. 8ാമത് ഇന്ത്യ ജലവാരം 2024 രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജലസംരക്ഷണം, ജലവിനിയോഗം എന്നിവയിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ആസാദി കാ അമൃത് മഹോത്സവിലൂടെ അമൃത് സരോവറുകൾ നിർമ്മിക്കുകയും നിരവധി ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ പുരാതന ഗ്രന്ഥങ്ങൾ ജലസംരക്ഷണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. इस भारत जल सप्ताह 2024 का लक्ष्य है समावेशी जल विकास और प्रबंधन. इस लक्ष्य को प्राप्त करने के लिए आपने सही माध्यम चुना है. वो माध्यम है साझेदारी और सहयोग. समावेशी जल विकास का अर्थ है जल सर्वोदय, अर्थात प्रत्येक व्यक्ति के लिए जल की उपलब्धता सुनिश्चित हो. सबके लिए जल उपलब्ध कराने की व्यवस्था प्राचीन काल से ही हमारे देश की प्राथमिकता रही है. 4 ദിവസത്തെ മേളയിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 200ഓളം വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 4000ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഒഡീഷയിലെ ഭുവനേശ്വറിലെത്തി. സംസ്ഥാന സർക്കാരിന്റെ പുതിയ വനിതാ കേന്ദ്രീകൃത സംരംഭമായ സുഭദ്ര യോജനയും റെയിൽവേ ദേശീയപാത പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രധാനമന്ത്രിക്ക് ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉജ്ജ്വലമായ പരമ്പരാഗത സ്വീകരണം ഒരുക്കിയിരുന്നു. സംസ്ഥാനത്തെ 21നും 60നും ഇടയിൽ പ്രായമുള്ള എല്ലാ യോഗ്യരായ സ്ത്രീകൾക്കും 5 വർഷത്തേക്ക് 50,000 രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുഭദ്ര യോജന. ഭുവനേശ്വറിലെ ഗഡഖാനയിലെ പ്രധാനമന്ത്രി ആവാസ് യോജന അർബന്റെ 20 ഗുണഭോക്താക്കളുമായി ശ്രീ മോദി ആശയവിനിമയം നടത്തി. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി മർലേനയെ തിരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ന് ചേർന്ന നിയമസഭാ കക്ഷി യോഗമാണ് അതിഷിയെ തിരഞ്ഞെടുത്തത്. നിലവിൽ ഡൽഹിയിലെ ജലവകുപ്പ് മന്ത്രിയാണ് അതിഷി. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വൈകുന്നേരം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ജനറൽ വി കെ സക്സേനയെ നേരിൽ കണ്ട് രാജി സമർപ്പിക്കുമെന്നാണ് വിവരം. രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024 തുടക്കമായി. 2014 ഓഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശുചിത്വ ക്യാമ്പയിനായുള്ള പ്രഖ്യാപനം 1 ദശാബ്ദത്തിനിടയിലെ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ ചുവടുവയ്പ്പാണെന്ന് തെളിയിച്ചതായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. ഈ പദ്ധതി രാജ്യത്ത് തുടർച്ചയായ മാറ്റത്തിന്റെ പ്രതീകമായി മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജസ്ഥാനിലെ ചുൻചുനുവിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. स्वच्छता हमारे दैनिक शैली का अंग बन रही है और ये परिवर्तन हमें एक बहुत बड़ा आयाम भी देता है. महात्मा गांधी के उस महान सपने को मूर्त रूप दे रहे हैं. जिस कार्य की शुरुआत की गई वो सब साधुवाद के पात्र हैं. स्वच्छ भारत मिशन सरकारी कार्यक्रम नहीं है, सरकारी कार्यक्रम से बहुत आगे है. ये सम्मानजनक जीवन का भारत के दुनिया में एक महकती हुई सुगंध फैले उसका प्रतीक है, उसका स्रोत है. സ്വഭാവ സ്വച്ഛത, സംസ്കാര സ്വച്ഛത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും പരിപാടിയുടെ ഭാഗമാകും. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ. 2014 മുതൽ രാജ്യത്ത് ആരംഭിച്ച ശുചിത്വ യജ്ഞത്തിന് ലഭിച്ചുവരുന്ന വർദ്ധിച്ച ജനപങ്കാളിത്തവും പിന്തുണയും ശക്തമായ പൌരബോധത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എറണാകുളം ടൌൺ റെയിൽവേ സ്റ്റേഷനിൽ സ്വച്ഛതാ പക്വാഡ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
സ്കൂൾ വിദ്യാർത്ഥികൾ, എൻസിസി കേഡറ്റുകൾ, റെയിൽവേ, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ സർക്കാർ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തിയതായും ഇത് സുരക്ഷിത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ സഹായിച്ചതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ വളർച്ചയുടെ പാതയിലേക്ക് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീ ഷാ പറഞ്ഞു. മൂന്നാം മോദി സർക്കാർ 100 ദിവസത്തിനിടെ 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ അനുവദിക്കുകയും അവയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിന ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. തന്റെ വ്യക്തിത്വത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും ശ്രീ മോദി രാജ്യത്തിന്റെ അഭിവൃദ്ധിയും അന്തസ്സും വർദ്ധിപ്പിച്ചതായി രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തുടർച്ചയായ ഭരണത്തിലൂടെ ശ്രീ മോദി രാജ്യത്തിന്റെ ആത്മാവിനെ ഉണർത്തുകയും സാംസ്കാരിക മൂല്യങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്തെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും വിശ്വകർമ്മ ജയന്തി ദിനാശംസകൾ നേർന്നു. സൃഷ്ടി നിർമ്മാണ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരും കഠിനാധ്വാനികളുമായ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം ആദരിക്കുന്നതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. വികസിതവും സ്വാശ്രയവുമായ ഇന്ത്യ എന്ന ആഗ്രഹം പൂർത്തീകരിക്കുന്നതിൽ ഇവരുടെ സംഭാവന സമാനതകൾ ഇല്ലാത്തതായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ 175 പേർ സമ്പർക്ക പട്ടികയിൽ. ഇതിൽ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ട്യൂഷൻ സെന്ററുകളും അങ്കണവാടികളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകി. ജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗവ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3:30-നാണ് മത്സരം. തുടർച്ചയായ 2ാം സ്വർണം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. 45ാമത് ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഹംഗറിക്കെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഓപ്പൺ വിഭാഗത്തിൽ 3-1-നാണ് ഹംഗറിയെ ഇന്ത്യ തോൽപ്പിച്ചത്. 6ാം റൌണ്ടിൽ ഇന്ത്യയുടെ വനിതാ ടീം അർമേനിയയെയും പരാജയപ്പെടുത്തി. ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളുടെ തുടർച്ചയായ 6ാം ജയമാണിത്. ഇതോടെ ഇരു ടീമുകളും പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. കായിക മേഖലയിലെ ഉത്തേജക മരുന്ന് ഉപയോഗം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള 2 സുപ്രധാന ഉന്നതതല യോഗങ്ങൾക്ക് ഇന്ത്യ ഇന്ന് വേദിയാകും. COP9 ബ്യൂറോയുടെ 2ാമത് ഔദ്യോഗിക യോഗം, കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗത്തിനെതിരായ യുനെസ്കോ അന്താരാഷ്ട്ര കൺവെൻഷന് കീഴിലുള്ള ഫണ്ട് അപ്രൂവൽ സമിതിയുടെ 3ാമത് ഔദ്യോഗിക യോഗം എന്നിവയാണ് ന്യൂഡൽഹിയിൽ ഇന്നു മുതൽ നടക്കുക. ഫ്രാൻസ്, ഇറ്റലി, റഷ്യ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ജില്ലയിലെ പടക്ക ഫാക്ടറിയിൽ ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനത്തിൽ ഒരു കുട്ടിയും സ്ത്രീയുമടക്കം 5 പേർ മരിച്ചു. സംഭവത്തിൽ 8-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊൽക്കത്തയിലെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നു. ആർജിക്കർ ആശുപത്രിയിലെ രോഗി ക്ഷേമകാര്യ സമിതി ചെയർമാനും തൃണമൂൽ കോൺഗ്രസിലെ MLAയുമായ സുദീപ് ദോ റോയിയുടെ വീട്ടിലും നഴ്സിംഗ് ഹോമിലും പരിശോധന നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിന് ഇന്ന് തുടക്കമാകും. 2019-ൽ ആരംഭിച്ച ലേലത്തിന്റെ 6ാം പതിപ്പാണ് ഇന്ന് ആരംഭിക്കുന്നത്. 600ഓളം മെമന്റോകൾ ലേലത്തിനായി പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അറിയിച്ചു. അടുത്ത മാസം 2-ാം തീയതി വരെയാണ് ഈ ലേലം നടക്കുന്നത്. താൽപര്യമുള്ളവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ pmmementos.gov.in വഴി ലേലത്തിൽ പങ്കെടുക്കാം. മലപ്പുറത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് കൺട്രോൾ സെൽ ആരംഭിച്ചു. 0483-273-2010, 0483-273-2060 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പുരാതന കാലം മുതൽ ജലസംരക്ഷണത്തിന് പ്രാധാന്യം നൽകി വരുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 8ാമത് ഇന്ത്യ ജലവാരം 2024 രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെ ഭുവനേശ്വറിലെത്തി. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024 തുടക്കമായി. ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ ചുവടുവയ്പ്പാണ് ശുചിത്വ ക്യാമ്പയിനെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി മർലേനയെ തെരഞ്ഞെടുത്തു.
കേരളത്തിൽ നിപ രോഗവ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.